ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് തല തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ നിന്ന് ഇൻട്രഡക്ഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി നടുവേനയൊക്കെ ഒരു 10 എണ്ണം ചെയ്യുമ്പോഴേ പമ്പ കടന്ന് അങ്ങ് ചെല്ലും. എവിടാ ഇവിടുന്ന് തള്ളിവിട്ട് കാസർഗോഡ് വരെ ചെല്ലും നടുവേന. അതുപോലത്തെ ടിപ്സാണ് ഈ യോഗ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾക്ക് ഞാൻ വടിയെടുത്ത് അടിക്കും. അതുപോലത്തെ ദേഷ്യം വരും എനിക്ക്. കാരണം ഞാൻ പറയുന്നത് ഇന്ന് വരെ നടക്കാത്ത ഒരു കാര്യവുമില്ല. തലമുടിയുടെ ടിപ്സ് പറഞ്ഞു, മുഖം വെളുക്കാനുള്ള ടിപ്സ് പറഞ്ഞു, പിന്നെ വയറ് കുറയാനുള്ള ടിപ്സ് പറഞ്ഞു. ഇനി നമ്മൾ വയറും കുറഞ്ഞ് മുഖവും വെളുത്ത് മാത്രം ഇരുന്നാൽ മതിയോ? നടുവ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ഓർത്തേ. അപ്പോൾ ആ നടുവേന മാറ്റിയിട്ട് വേണ്ടേ മുഖമൊക്കെ വെളുപ്പിക്കണ്ടേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയും വളർത്തി മുഖവും വെളുപ്പിച്ചിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥ. ഇങ്ങനെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ നടുവേന എത്ര വലിയ നടുവേനയും പമ്പ കിടക്കും. ഞങ്ങളുടെ യോഗയിലൂടെ ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഈ ടിപ്സ്. അന്ന് തന്നെ എനിക്ക് ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ യോഗ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നടുവേനയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊന്നുമല്ല, നന്നായിട്ടുണ്ടായിരുന്നു. അതെല്ലാം യോഗ ചെയ്തതിന് ശേഷമാണ് എൻ്റെ കഴുത്തിൻ്റെ വേദന മാറിയത്. കഴുത്തിൻ്റെ ടിപ്സ് പതുക്കെ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ സ്പീഡിലൊന്നും ചെയ്യില്ല, പതുക്കെ. നടുവിനെ പറ്റുന്ന പോലെ ചെയ്യാവുള്ളൂ. പതുക്കെ കിടന്ന് സൈഡ് വഴി ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെയ്യണം. പിന്നെ അടിപൊളി എൻ്റെ തിരുവാതിരയുണ്ട്. ഞാൻ തന്നെ പറയുവാണ് എൻ്റെ തിരുവാതിര അടിപൊളിയാണെന്ന്. എനിക്ക് പോസിറ്റീവ് എനർജി എപ്പോഴും അടിപൊളി തന്നെയാണ് എൻ്റെ തിരുവാതിര എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നോക്കിയിട്ട് പറ അടിപൊളിയാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് ഇതെന്റെ പുതിയ തോർത്താട്ടോ. എന്റെ തോർത്ത് അടിപൊളി തോർത്തായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. വേറെ 2 തോർത്തുണ്ട്. ഒരെണ്ണം ചീഞ്ഞ നാറിയ തോർത്തും ഒരെണ്ണം പുതിയ തോർത്ത് വാങ്ങിച്ചു. താരം വരാതിരിക്കാൻ മോന്റെ തല താരൻ ആദ്യം വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ എല്ലാം പോയി കേട്ടോ. നമ്മുടെ ആര്യവേപ്പിന്റെ ഇലവെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് പോയി. അപ്പം എന്നാലും ഞാൻ ആരുടെയും തോർത്തെടുക്കുമല്ലോ. കാരണം ഇങ്ങനെ വേണം കേട്ടോ. ഓരോ തോർത്ത് ഓരോരുത്തർക്ക് വേണം. മക്കൾക്ക് എല്ലാവർക്കും കൂടെ ഒരു തോർത്താ കേട്ടോ. അച്ഛനും മക്കളും ഒക്കെ ഓരോന്നെടുത്ത് എനിക്ക് മാത്രം ഞാൻ സ്പെഷ്യലായിട്ട് വേറൊന്നുമല്ല. താരം വരായിരിക്കും. അവർക്കൊക്കെ എപ്പോഴാണ് താരം വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടൊക്കെ കട്ടൻ ചായ വെച്ചിട്ട് തീ കത്തിച്ചിട്ടില്ല. അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്നാന്നറിയാമോ? പുട്ടും പയറും പപ്പടവുമാണ്. അപ്പം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടില്ല. ചേട്ടൻ കുളിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ഈ കട്ടൻ ചായ വെക്കുന്നതെന്ന് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാം, ഏറെക്കുറെ അറിയാം. നമ്മുടെ അമ്മ ഇതുവരെ കുളിച്ചിട്ടില്ല. ചേട്ടൻ കുളിച്ചിട്ട് വന്നിട്ട് പ്രാവശ്യം ഇന്ന് കുളിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ചെമ്മീന്, ഉണക്കച്ചെമ്മീനും, മാങ്ങ, നമ്മുടെ മാങ്ങ, ചക്കക്കുരു, നമ്മുടെ ചക്കക്കുരു എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നല്ല പുളിയ മാങ്ങയുണ്ട്. നമ്മുടെ മൂവണ്ടനൊക്കെ ചിലതൊക്കെ ചെനച്ചു. ചെനപ്പല്ലാത്ത മാങ്ങ എടുത്തു. ഇത് ചെനച്ചാണ്. ഇടയ്ക്ക് ചെനച്ചതും ചെനപ്പില്ലാത്തതും എല്ലാം കൂടെ ആക്കി അരിഞ്ഞങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീര എടുത്ത തോരന് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീരയല്ല, കടയിൽ നിന്ന് ഒരു സ്ത്രീ അവിടെ വിൽക്കുന്നുണ്ട്. അവർക്കുണ്ടാകുന്ന ചീരയാണ്. നല്ല ചീരയാണ്, ഒറിജിനൽ ചീര. അപ്പൊ അതും സാമ്പാർ ചീരയില് സാമ്പാർ ചീര എല്ലാവർക്കും അറിയാലോ. ഞാൻ കണ്ടിട്ടില്ല, ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. സാമ്പാർ ചീരയും കൂടെ മിക്സഡ് ആയിട്ടുള്ള തോരന്. എന്റെ ആരോഗ്യത്തിനെ ഞാൻ വീണ്ടെടുക്കാൻ നോക്കുവാണ്. ആരോഗ്യം പോയി കഴിഞ്ഞാൽ രക്ഷയില്ല കേട്ടോ. വയസ്സാകുമ്പോ ആരോഗ്യം പോകും. അതിനു മുമ്പ് തന്നെ ഇപ്പം വയസ്സാർക്കും ആവത്തില്ല. 60-65 വയസ്സാകുമ്പോഴേ യൗവനത്തിലോട്ട് കിടക്കത്തുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് 65 വയസ്സ് കഴിയണം യൗവനത്തിലോട്ട് പോകണമെങ്കിൽ. 65-70 വയസ്സായാലും യൗവനം തന്നെ കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നു ഒടിഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ നേരത്തെ തന്നെ വയസ്സായെന്നുള്ള ധാരണയാ. അവരുടെ തലവഴി എല്ലാം പോകുന്നെന്നുള്ള ധാരണ വരുമ്പോഴേ വയസ്സായെന്ന് സാരം. നമ്മൾ ഇന്നിപ്പോ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് വയസ്സായിട്ടൊന്നുമില്ല കേട്ടോ. ആർക്കും വയസ്സായിട്ടില്ല. സബ്സ്ക്രൈബേഴ്സിന് ആർക്കും വയസ്സായിട്ടില്ല. വയസ്സൊന്നും പറയുവേ വേണ്ട നമുക്ക്. പിന്നെ അപ്പോൾ ചീരയില തോരനും പിന്നെ നമുക്ക് പുളിശ്ശേരി ആർക്കും വേണ്ട. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് എടുത്ത് നമുക്ക് വെക്കുക. പിന്നെ നമ്മുടെ ആയൂർ പ്ലാവയിലെ ചക്ക കിടപ്പുണ്ട്. അതൊരെണ്ണം എടുക്കണം എന്നുണ്ട്. എല്ലാം കൂടെ ചൂട് കാരണം എനിക്ക് മടി വരുന്നുണ്ട്. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർത്ത് ഇത്ര ഉണ്ടല്ലോ. ഇനി നമുക്ക് ചേട്ടൻ പറയുവാണ് നമ്മൾ എടുത്തു വെക്കുക. അല്ലാതെ മടി എന്നൊന്നുള്ള ധാരണയില്ല. പിന്നെ ഒരു കാര്യം പറയാം. ഇന്നലെ സൂപ്പർ പറയായിരുന്നേ, തലമുടി വളരാൻ ഉപ്പൻ്റെ അപ്പി നല്ലതാണ്. എന്നെ ചിരിക്കാതിരിക്കുമെന്ന് പറ. ആരോ പറഞ്ഞ് കേട്ടതാന്നൊക്കെ.
ഞാനപ്പോൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉപ്പൻ്റെ അപ്പിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞു. ഉപ്പൻ്റെ അപ്പി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഭയങ്കര പ്രിയപ്പെട്ട ഫ്രണ്ട് രേഖയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതെങ്ങനെ അതെടുത്തു, രേഖയും പിന്നെ അശ്വതി, ഇവര് രണ്ടുമാണ് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. അപ്പൊ അവർ രണ്ടും ഞാനും കൂടെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ കസിൻ്റെ ഒരു വീട്ടിൽ അവർക്ക് തയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ പോകുന്ന കാണിക്കത്തില്ലേ, അവിടെ പോയി തയ്ച്ച് അവിടെ കൂട്ടത്തിൽ എന്നെ അണയിച്ച് അവിടെ പോയി വരുന്ന വഴിയുണ്ടല്ലോ ഉപ്പൻ, ഞങ്ങൾ പെട്ടെന്ന് ഉപ്പനെ കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഉപ്പനെ കാണുന്നത് പെണ്ണുങ്ങൾക്ക് ഇടതുവശത്തും ആണുങ്ങൾക്ക് വലതുവശത്തുമാണ് കാണുന്നത് നല്ലത് കേട്ടോ. അപ്പം എന്നാണ് എനിക്കത് വിശ്വാസം. ഉപ്പനെ വിശ്വാസ, കവളങ്കാളിയെ വിശ്വാസ. അന്നേരം ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളുടെ മൂന്നിന്റെ വലതുവശത്തെ ഉപ്പൻ. ഞാൻ പറഞ്ഞു വേണ്ടടി ഉപ്പൻ ഇരിക്കുന്നു, നമ്മൾക്ക് മൂന്നിനും വലതുവശത്താണ്, ചീത്തയാ എന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സിന്റെയാ ഇതൊക്കെ കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പം അത് കാണുകയും ഞാൻ പറഞ്ഞു എടി മഹാലക്ഷ്മിയാ, ഉപ്പൻ മഹാലക്ഷ്മിയാന്നാ പറയുന്നത് കേട്ടോ, മഹാലക്ഷ്മിയാണ്. അപ്പം മഹാലക്ഷ്മി ഞങ്ങളെ കാണുകയും ആ മതിലെ ഇരിക്കുവെന്നെ അപ്പി ഇട്ടു. അയ്യോ സുപ്രൂന അപ്പിയാണോ വേണ്ടത് മുടി വളരാൻ? ആ അപ്പി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഉപ്പന്റെ അപ്പി അന്നേരം കാണുന്നത് കേട്ടോ. കണ്ടപ്പോഴത്തേക്കൊണ്ട് ഇവിടെ അപ്പി ഇട്ട അവിടെ ചെല്ലുന്ന രീതിയിലുള്ള അപ്പി ഏകദേശം മനസ്സിലായല്ലോ. അപ്പം ആ അപ്പിയാണോ വേണ്ടിയത് മുടി വളരാൻ? അല്ലാണ്ട് ഞാൻ കാണിക്കുന്ന ട്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ? മുടി മടിച്ചി അല്ലേ? കാരണം ഒരു മുട്ട എടുത്ത് തലേ തെക്കാൻ ആരോട് ചോദിക്കണം? അതോ മുട്ട വാങ്ങിക്കാനുള്ള പിശുക്കാണോ പറയുന്നത്? മര്യാദക്ക് പോയി മുട്ടയും തെച്ച് മുടി വളരാൻ നോക്ക്. ഉപ്പന്റെ അപ്പി നോക്കി നടക്കുന്നു. അതുകൊണ്ട് മുട്ട വെച്ച് മുടി വളർത്തുക കേട്ടോ. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് മുടി എന്തിനാ? മുടി വേണം, എല്ലാ മനുഷ്യരുടെ ആഗ്രഹമാണ് മുടി എന്ന് പറയുന്നത്. അത് വെറുതെ അടിച്ചു വിടുക ഇന്ന്. എല്ലാവർക്കും ആഗ്രഹമുള്ള മുടി. പണ്ട് നമ്മുടെ കൊച്ചുനാളിലൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും ഒരാഗ്രഹവും ഇല്ല, ഉള്ളതെല്ലാം വെട്ടിയും കളയുമായിരുന്നു. നമ്മളൊരിടത്തരം പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർത്താൻ വേണ്ടി ഞാൻ ഇട്ട വീഡിയോയെ എത്രയോ ആൾക്കാരാണ് അതിനെപ്പറ്റി പറഞ്ഞ് വളർത്തി അവർക്ക് നല്ല വ്യത്യാസം വന്നു എന്നും പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സുപ്രു അത് നോക്കുക കേട്ടോ. മുടിയുടെ കാര്യം കുറച്ചുകൂടെ മുമ്പോട്ടായ നമ്മുടെ മുടിയെല്ലാം ഇവിടം തൊട്ട് ഇങ്ങനെ പൊഴിയാൻ തുടങ്ങും, കഷണ്ടിയാവും. അത് ഇപ്പോഴേ നോക്കുക എന്നും പറഞ്ഞ് കഷണ്ടിയാകാതിരിക്കണം എന്നില്ല, മുട്ട തേച്ചെന്നും പറഞ്ഞ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഉപ്പൻ്റെ അപ്പി തപ്പി നടക്കണ്ട കേട്ടോ. മുടി വളരാൻ ഉപ്പൻ്റെ അപ്പിയിടാൻ കേട്ടിട്ടില്ല. ആനയുടെ അപ്പിയെ ചവിട്ടിപ്പോയാൽ മുടി വളരുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നും പറഞ്ഞ അറിഞ്ഞോണ്ട് ചവിട്ടുമല്ല, അറിയാതെ ചവിട്ടുമാണ്. ഇത് നമുക്ക് പപ്പടം കാച്ചാൻ എടുക്കാൻ ചേട്ടൻ വരാറാകുമ്പോഴത്തേക്കും പപ്പടം കാച്ചിയാൽ മതി. അപ്പൊ ഇന്ന് നമുക്ക് എന്നാന്നറിയാം, ഇന്ന് ഉണക്കച്ചമ്മീനും മാങ്ങയും കറിയും വെച്ച് ചീരത്തോരനും വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് തിരുവാതിര ക്ലാസ് എടുത്താലോ? കുറച്ച് യോഗ ക്ലാസ്സും തിരുവാതിര ക്ലാസ്സും കൂടെ എടുത്താലോ? യോഗ ക്ലാസ് കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. നടുവേന ശരിക്കും മാറുമെന്നുള്ള കേട്ടോ ഞാൻ കാണിച്ചേ. ഇന്നും കൂടെ ഞാനൊരു ട്രിക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ തിരുവാതിര ക്ലാസ്സിലും കൂടെ വേഗം അറ്റൻഡ് ചെയ്തോ, വേഗം ടോക്കൺ എടുത്ത് മുമ്പിൽ കയറിയിരുന്നോ. ഞാനിപ്പം ഇതൊക്കെ വെച്ചിട്ട് വരും കേട്ടോ. പിന്നൊരു കാര്യം, കാഞ്ഞിരപ്പള്ളിയാണോ ഞാൻ നോക്കിയിട്ട് പറയാവേ. അന്നേരം ഞാൻ കമന്റ് എടുത്ത് നോക്കുക തന്നെ. ദീപ എന്ന് പറയുന്ന എൻ്റെ സബ്സ്ക്രൈബർ പാവം കുട്ടി എന്നെ വിളിച്ചേക്കുവാ, ജയെ ഫാമിലി ആയിട്ട് അതിന്റെ വീട്ടിലോട്ട് പോരെ. നെയ്യാറ്റിൻകരയിലാണ് താമസിക്കുന്നത്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനില് അവിടെ ഇറങ്ങിയിട്ട് പുള്ളിക്കാരിയെ വിളിച്ചാൽ മതി. വിളിക്കുക, കമന്റ് ചെയ്യാൻ വിളിക്കാൻ പറ്റത്തില്ല, നമ്പർ ഇല്ലല്ലോ. കമന്റ് ചെയ്യോ, നേരത്തെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വന്നിട്ട് നമുക്ക് കാണാം. ഫാമിലി ആയിട്ട് വരിക. ഫുൾ സപ്പോർട്ട് പുള്ളിക്കാരുടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഒത്തിരി ആൾക്കാർ എൻ്റെ കണ്ണിനകത്തിരിപ്പുണ്ട്. എനിക്ക് എപ്പോഴും കമന്റ് വിടുന്ന ആൾക്കാർ ഞാൻ ഓരോരുത്തരുടെയും വിളിച്ച് പറയുന്നില്ല. പിന്നെ ശ്രീദേവി ചേച്ചി പറഞ്ഞേക്കുന്നത് എന്നാണ്, ശ്രീദേവി പിള്ള പറഞ്ഞേക്കുന്നത്, ജയേ എനിക്കിടയ്ക്ക് ഇതൊക്കെ കാണുന്ന ഇഷ്ടം, പാചകം കൂടെ കലർത്തണേന്ന് പറഞ്ഞു. ചിലവർക്ക് പാചകം, എൻ്റെ ചേച്ചി എൻ്റെ തല കളയാമെന്ന ആൾക്കാരുണ്ട്. പാചകം ഇഷ്ടമില്ല, ചിലപ്പോ വാചകം ഇഷ്ടമില്ലാത്ത, അതൊന്നും നോക്കുന്നില്ല. നമ്മുടെ എന്നാ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അങ്ങ് കാണിക്കുന്നു. ആരുടെ ഇഷ്ടങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുമോ ചേച്ചി? അപ്പൊ പാചകം ചെയ്യുന്ന ദിവസം ഞാനങ്ങ് പാചകം കുറച്ചിടുന്നേ ഉള്ളൂ കേട്ടോ, ഇടാം കേട്ടോ. പിന്നെ ആരാ, ശ്രീകല, അങ്ങനെ കുറച്ച് ആൾക്കാർ എപ്പോഴും ഇടുന്ന കമന്റ്സിന്റെ ആൾക്കാർ ഇഷ്ടംമാരുണ്ട് കേട്ടോ, ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോകാവേ.
അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അല്ലേ അമ്മേ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ചെമ്മീൻ വറുത്തു പൊടിച്ചു. ചെമ്മീനും മാങ്ങയും വെക്കാനുള്ള അരപ്പരച്ച് ചട്ടിയിലോട്ട് ഒഴിച്ചു. ദാ കിടക്കുന്നുണ്ടാ. പിന്നെ അതിന് അരപ്പ് എന്നൊക്കെയാന്ന് എല്ലാവർക്കും അറിയാലോ. പണ്ടേ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം. പിന്നെ തേങ്ങ ഇച്ചിരി ഏറെ വേണം. മഞ്ഞപ്പൊടി, മുളക് പൊടി ഒരു 4-5 സ്പൂൺ ഞാനിടും. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട്. ചുമന്നുള്ളി ഒന്നിച്ച് നല്ല ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് അവനെ ഇതിനകത്തോട്ട് ഒഴിച്ചു. പിന്നെ നമ്മുടെ ചക്കക്കുരു, മാങ്ങായി, മുരിങ്ങയ്ക്ക ഇടുന്നത് ചിലവർക്ക് ഇഷ്ടമാണ്. ഇവിടെ എനിക്കിഷ്ടം വലിയ താല്പര്യമില്ല. കാരണം അത് ഇതായി പോകും. അതുകൊണ്ട് ഞാൻ ഇടാറില്ല. ചിലപ്പോഴെങ്ങാനും കൊതി തോന്നി ചിലപ്പം വെക്കുമ്പോൾ മുരിങ്ങയ്ക്ക ഇടും. ഇതിപ്പോ എന്താണെങ്കിലും മുരിങ്ങയ്ക്ക ഇടുന്നില്ല. ഇത് ചെമ്മീന് ഒന്ന് ചതച്ചു. ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോലെ ഒന്ന് ചതച്ചാൽ. പണ്ടുള്ളവരൊക്കെ ചതയ്ക്കുന്നത് നമ്മുടെ എന്തായിരുന്നു തേങ്ങ പൊതിച്ച ചിരട്ട വെച്ചാണ് ചതയ്ക്കുന്നത്. 2 ഇടി ഇടിക്കും. അങ്ങനായിരുന്നു അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ട് അങ്ങോട്ട് വെക്കട്ടെ. അപ്പൊ അത് ചേർത്തങ്ങ് അടച്ചു വെച്ചു. ഇനി നമ്മുടെ ചീരയിലേക്ക് ഇതേ കടുക് വറുത്തു. നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കാണുമ്പോ ഭയങ്കരമായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോ പറ്റിത്താന്ന് പോകും തോരൻ അല്ലെ? ഇത് എത്രയാണേലും ഞാൻ ചോറ് കുറച്ചെടുത്തിട്ട് തോരൻ കൂടുതലെടുക്കും. എന്റെ പരിപാടി അങ്ങനെയൊക്കെയാണ്. അവിയലുള്ള ദിവസം അങ്ങനെയാണ്. അവിയൽ കൂടുതലെടുക്കും, ചോറ് കുറക്കും. ഇതൊക്കെയാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം കേട്ടോ. എന്ത് പഠിക്കെല്ലാരും. എന്നാണോ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ചെയ്യുന്ന ജോലി നമ്മൾ നല്ല ചടുപുടാന്ന് നല്ല ചുണയോടുകൂടി ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് അതും കഴിഞ്ഞു. ഇതാ നമ്മുടെ ഉണക്കച്ചമ്മീനും മാങ്ങ, ഇതാ നമ്മുടെ തോരൻ. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞ നടുവേദനക്കാരുടെ പെട്ടെന്നുള്ള നടുവേദന പോകാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം കാണിച്ചു. അതൊന്ന് ചെയ്യണം. അത് വേണ്ടിയവർക്ക് അത് ചെയ്യാം. അതല്ലാത്തവർക്ക് ഇതാ ഈസിയെങ്കിൽ ഇത് ചെയ്യാം. കാരണം ഇത് പെട്ടെന്ന് മാറാനുള്ള ഒരു എളുപ്പ വിദ്യയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോഗ മാറ്റ് ഇതാ വിരിച്ചിട്ടിട്ടുണ്ട്. കാണാവോ? വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും നടുവേദന ഉള്ളവര് കിടക്കുമ്പം എങ്ങനെ കിടക്കണം എന്നറിയാവോ? നമ്മൾ ഒരു വശം ചെരിഞ്ഞിട്ട് വേണം. മലന്നങ്ങ് പെട്ടെന്ന് ആരും കിടക്കരുത് കേട്ടല്ലോ. അഥവാ വേദന ഇല്ലാത്തവരാണെങ്കിലും പെട്ടെന്ന് മലന്നങ്ങ് കിടക്കരുത്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം നമ്മളോട് ഡോക്ടർമാർ പറയത്തില്ല ഒരു വശം ചെരിഞ്ഞ് വേണം കിടക്കാൻ. അങ്ങനെ വേണം. ഒരു കൈ പതുക്കെ കുത്തിക്കൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് കാണാലോ. ഒന്ന് ചെരിഞ്ഞിട്ട് പതുക്കെ നമ്മള് മലന്ന് ഇങ്ങനെ കിടക്കുക. കേൾക്കാവോ നിങ്ങൾക്ക്? കിടക്കുക. എന്നിട്ട് ഫസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൈയൊക്കെ നന്നായിട്ട് 2 കൈയും കുറച്ചിങ്ങനെ അകത്തി വെച്ച് കാലും ഇച്ചിരി അകത്തി വെച്ച് നന്നായിട്ട് ശ്വാസം മേളിലോട്ടെടുത്ത് ശ്വാസം താഴോട്ട് വിട്ട് നല്ല റിലാക്സ് ആയിട്ട് പഞ്ഞിക്കെട്ട് കിടക്കുന്ന പോലെ നമ്മൾ വെയിറ്റ് എല്ലാം ഇങ്ങനെ താന്നിട്ട് ഭൂമിയിലോട്ട് നമ്മുടെ വെയിറ്റ് എല്ലാം അങ്ങോട്ട് വെറും കൂളായിട്ട് റിലാക്സ് ആയിട്ട് കിടക്കുക. ശ്വാസം എടുക്കുക. പതുക്കെ ശ്വാസം താഴോട്ട് വിടുക. വീണ്ടും ശ്വാസം എടുക്കുക. വീണ്ടും ശ്വാസം താഴോട്ട് വിടുക. കണ്ണടച്ച് വേണം കേട്ടോ. അപ്പൊ നമ്മൾ ആ ശ്വാസം എടുക്കുമ്പോ നമ്മുടെ ആ ശ്വാസത്തിന്റെ ആ നെഞ്ചത്ത് നമ്മുടെ ആ ഉള്ളിലെ ശ്വാസത്തിനെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം. വേറൊന്നും നമ്മൾ ചിന്തിക്കരുത്. നന്നായിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക. ഇത്രയും മനസ്സിലായല്ലോ? പിന്നെ നമ്മുടെ കൈകൾ രണ്ടും അടുപ്പിച്ച് വെക്കുക. കാല് രണ്ടും അടുപ്പിച്ച് വെക്കുക. കൈ പുറോട്ട് സ്ട്രെച്ച് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കോർത്ത് പിടിക്കുക. ഇങ്ങനെ കോർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് നമ്മൾ റബ്ബർ ബാൻഡ് വലിക്കത്തില്ല.
വലിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ കൈ പുറകോട്ട് വലിക്കുന്നു, കാലിനെ അങ്ങോട്ട് വലിക്കുന്നു, കൈ പുറകോട്ട് വലിക്കുന്നു, കാല് അങ്ങോട്ട്. അതൊരു 5 പ്രാവശ്യം ചെയ്യുക. കേട്ടല്ലോ? പിന്നെ പതുക്കെ ഇങ്ങോട്ട് കൈ കൊണ്ടുവന്ന് നേരെ കൊണ്ട് വെക്കുക. സാധാരണ രീതി കലകത്തുക, ഇങ്ങനെ കിടക്കുക. പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൈ അടുപ്പിച്ച് പിടിച്ച് കാലിങ്ങനെ കുത്തി വെക്കുക. ഒരു കാല് വലത്തുവശത്തോട്ട് നമ്മളിങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ കിടക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ ചെരിച്ചിടുക. നോട്ടം എങ്ങോട്ടാ? ഇടത്തോട്ട് നോക്കി കിടക്കുക. ഇതൊരു 5 സെക്കൻഡ്. 1 2 3 4 5. വീണ്ടും കാലിങ്ങനെ കൊണ്ടുവരിക. പിന്നെ ഈ കാല് ഇടത്തോട്ട് ചെരിച്ചിടുക. നേരെ ഓപ്പോസിറ്റ് നോക്കുക. അതും 5 സെക്കൻഡ്. മനസ്സിലായല്ലോ? ഇതൊരു 5 സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേദനയുള്ളവർക്ക് 5 സെക്കൻഡേ പറ്റുള്ളൂ. അതുകൊണ്ടാ എത്ര സെക്കൻഡ് കിടക്കാൻ പറ്റുന്നോ അത്രയും കിടക്കുക. മനസ്സിലായോ? പിന്നെ കാലിങ്ങനെ കൊണ്ടുവരിക. വീണ്ടും ഇതുപോലെ തന്നെ ചെരിച്ച് പതുക്കെ ഇടുക. ഓപ്പോസിറ്റ് നോക്കുക. വീണ്ടും കാല് കൊണ്ടുവരിക. ഇടത്തോട്ട് ചെരിക്കുക. ഓപ്പോസിറ്റ് നോക്കുക. കാല് നേരെ വെക്കുക. കൈയൊക്കെ അകത്തി വെച്ച് നന്നായിട്ട് റിലാക്സ് ചെയ്യുക. ഇതേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന. എല്ലാം കൂടെ പറ്റത്തില്ല കേട്ടോ. പിന്നെ നിങ്ങൾ എഴുന്നേക്കാൻ നേരം എന്നാ ചെയ്യണം? പതുക്കെ അടുപ്പിച്ച് പിടിക്കുക. കാല് കൈ വെറുതായിട്ട് വെക്കുക. ഒരു വശം ചെരിഞ്ഞ് പതുക്കെ എഴുന്നേക്കുക. ഇങ്ങനെ എഴുന്നേറ്റ് എല്ലാവർക്കും ചമ്പറക്കുടുക്കയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇരിക്കാൻ പറ്റുന്നവര് ചമ്പറക്കുടുക്കയിട്ട് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുക. നടുവേനക്കാർക്ക് ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അവരെന്നെ ചെയ്യണം? കാലൊക്കെ നീട്ടി വെച്ച് കൈ പുറകോട്ട് ഇങ്ങനെ കുത്തി റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടിരിക്കുക. പിന്നെ 1 സെക്കൻഡ് കാലിങ്ങനെ മടക്കി വെക്കാൻ പറ്റുവാണെങ്കിൽ, അല്ലെ ഇങ്ങനെ തന്നെ ഇരുന്നോണ്ട് കാല് മടക്കാൻ പറ്റുന്നവർ കാല് മടക്കി വെച്ചോണ്ടിരുന്നോണ്ട്, പറ്റുന്നവർ ഇങ്ങനെ ഇരുന്നാൽ മതി. അല്ല ഞാൻ കാണിച്ചോണ്ടിരുന്നാൽ മതി. നമ്മള് നമ്മുടെ ദൈവത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണടച്ചു വേണേ കൈ കൂട്ടി തിരുമുക. നമ്മുടെ കണ്ണിലോട്ട് അതിന്റെ ചൂട് കൊടുക്കുക. വീണ്ടും തിരുമുക. മുഖത്തോട്ട് കൊടുക്കുക. വീണ്ടും തിരുമുക. കഴുത്തിന്റെ ഭാഗത്ത് കൊടുക്കുക. വീണ്ടും തിരുമുക. ശരീരം കയ്യിലൂടെ പോയി കാല് വഴി വന്ന് ഇങ്ങനെ പോയി കണ്ണ് മെല്ലെ തുറക്കുക. എന്തൊരു സുഖമാണെന്നറിയാം. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നടുവേദന മാറാൻ. ഈ ഒറ്റ ഒരെണ്ണം നിങ്ങൾ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്യുക. അതല്ല ഭിത്തിയെ പിടിച്ചുള്ള ആ യോഗ, അത് 1 മാസം ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ട്രൈ ചെയ്യുക. നിങ്ങളുടെ നടുവേദന എപ്പോ പോയെന്ന് വിചാരിച്ചാൽ മതി. ഡിസ്കിന് അകൽച്ചയുള്ളവരും ബൾഗ് ചെയ്ത് നിൽക്കുന്നവർക്കും ഒക്കെ ബെസ്റ്റാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ വേദനയെന്നും പറഞ്ഞാൽ ഇരുന്നാൽ പോരാ. വേദന എന്ന് പറഞ്ഞിരുന്നാൽ എപ്പോഴും വേദനയായിരിക്കും. അത് കൂടിയും വരും. അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുമ്പോഴും വേദന കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ തിരുവാതിരയിലോട്ട് പോകാം. നമുക്കപ്പം നമ്മുടെ തിരുവാതിരകളിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ തിരുവാതിരക്ക് തുടങ്ങുമ്പോ ആരെ നമ്മൾ വന്ദിക്കണം? നിലം തൊട്ട് തൊഴുതിട്ട് നമ്മുടെ ഗണപതി ഭഗവാനെ വന്ദിച്ചോണ്ട് ഒരു ലൈനെ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. കാരണം നമുക്ക് എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ. ഗണപതിയേ നീ തുണയുമെന്നാഗാദിയേ, ഗണപതിയേ നീ തുണയുമെന്നാഗാദിയേ. ഇനി ഇതുണ്ട് നവമണി ഭൂഷണ വണ്ണിനാകാര ഫുൾ എനിക്കറിയാം. പക്ഷെ സമയം പോകും. അത് കഴിഞ്ഞ് നമ്മൾ പാടുന്ന ആരെ കുറിച്ചാണ്? നമ്മുടെ സരസ്വതിയെ കുറിച്ച്. അതും 2-3 സരസ്വതിയെ കുറിച്ച് പാടാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് നിർത്താം കേട്ടോ. കാരണം അത് കഴിഞ്ഞ് ദേവിയാണ്. സരസ്വതി
വീണ്ടും നമ്മുടെ ഇത് കൂടിപ്പോവും. അത് കഴിഞ്ഞ് ഞങ്ങൾ പാടുന്നത് എന്നാ നമ്മുടെ കാർത്തികേയശ്വരിയാണ്. അതുകൂടെ ഒന്ന് പാടാം അല്ലേ? കാർത്തികേയശ്വരി നിൻ കാരുണ്യ തലേ നാത്തി തീർത്തരുളേണ നാഥേ കാരുണ്യ തലൻ ആത്തി തീർത്തരുളേണ നാഥേ ഒത്തിരി നമ്മുടെ ഇത് നീണ്ടുപോകും. അതായത് എന്ത് നീണ്ടുപോകും? നമ്മുടെ വ്ളോഗിന് ഭയങ്കര നീളം വരും. അപ്പൊ പിന്നെ നമുക്ക് ഫുൾ ഇടാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ തിരുവാതിരകളി എങ്ങനെയുണ്ട്, എന്റെ യോഗകളി എങ്ങനെയുണ്ട്? എന്തൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, അതാണ് ഞാനിങ്ങനെ നോക്കുന്നതേ. യോഗകളി എങ്ങനെയുണ്ട്, തിരുവാതിരകളി എങ്ങനെയുണ്ട്? യോഗ ശരിക്കും പറയുവാണ് അടിപൊളിയാണ്. നമുക്കൊരു അസുഖം വരത്തില്ല. പ്ലീസ് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, എന്ത് വേദനയുണ്ടോ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഞാൻ എൻ്റെ തലമുടി വളർത്തിയ പോലെ, എൻ്റെ മുഖത്തെ ടിപ്സ് കാണിച്ച പോലെ എല്ലാം പോലെ സന്തോഷമായിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ അസുഖങ്ങളെല്ലാം പറക്കും. 100% ഗ്യാരണ്ടി നിങ്ങളുടെ ജയ പറയുന്ന കേട്ടോ. നിങ്ങളുടെ ജയ പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് തന്നെയാണ്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കഴിവും കൂടെ ഉള്ള കാര്യം പറയാണ്. ഇപ്പൊ എന്നെ ഇവളുമാരെല്ലാം കൂടെ ശരിയാക്കുമായിരുന്നു. കാരണം ഞാൻ എന്തു പറഞ്ഞോ അത് അന്ന് നടന്നിരിക്കും. ഞങ്ങളുടെ എൻ്റെ കസിൻ ബീന ചേച്ചി, അച്ഛൻ്റെ പെങ്ങടെ മകന്റെ ഭാര്യ, അവരുടെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വാഴ അവിടെ നിൽപ്പണ്ടേ. ഞങ്ങളങ്ങൾ വർത്താനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് താഴെ പോകും ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കും ആ വാഴ അലച്ചു കെട്ടി താഴെ പോയി. അത് തന്നല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നിൽ നിന്നും. ഞാൻ എന്തു പറഞ്ഞോ അത് നടന്നിരിക്കും. അപ്പം നിങ്ങളോട് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുവാണ്, എനിക്ക് എന്നാണ് ഒരു കഴിവായി ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ നാളെ കാർത്തിയായിട്ടായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് പക്ഷേ എൻ്റെ ഇവിടെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അത് നടക്കും. കാരണം ഞാൻ എന്താഗ്രഹിച്ചോ അതെല്ലാം ഇന്ന് വരെ എനിക്ക് ദേവി നടത്തി തന്നിട്ടേ ഉള്ളൂ. ഒന്നും എനിക്ക് പുറകോട്ടാക്കി തന്നിട്ടില്ല. ഇന്ന് വരെ അങ്ങനെയാണ്. നാളെയുടെ കാര്യം ആർക്കും പറയാൻ പറ്റത്തില്ല അല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളിലൂടെ നടക്കണം നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇന്ന് വരെ എല്ലാ ആഗ്രഹവും ഞാൻ പറഞ്ഞ സാധിച്ചു തന്നിട്ടുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ രണ്ടുപേരുടെ നല്ലൊരു കല്യാണം വേണം. എൻ്റെ ഇത് പറയാം കേട്ടോ. എനിക്ക് മറ്റു ചേച്ചിമാരുടെ എല്ലാം എൻ്റെ ജീവനാണ്. എനിക്ക് ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇവിടുത്തെ കാര്യം പറയുവാണ്, കല്യാണം നടക്കണം. അതൊരു വലിയ ഇളയാള് പഠിച്ചിറങ്ങുമ്പോൾ അവനും ഒരു ജോലി ആവണം. ഇതൊക്കെയുള്ള ഇനിയുള്ള ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് എനിക്ക് വലിയ ആന വേണമെന്നോ കുതിര വേണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ആഗ്രഹം ഞാൻ പറയാം നിങ്ങളോട്. ഇനിയുള്ള അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ രണ്ടാമത്തവൻ പഠിച്ചിറങ്ങുമ്പോൾ, അവന് 2 വർഷമായുള്ള പഠിക്കാൻ തുടങ്ങിയിട്ട്, അത് പഠിച്ചിറങ്ങുമ്പോൾ അവന് ജോലി കിട്ടണം. മൂത്ത മോനൊരു നല്ലൊരു കല്യാണം, നല്ല വീട്ടിൽ വരും. എനിക്ക് അങ്ങ് ഭയങ്കര കാശുകാരെ വേണമെന്നോ അങ്ങനെയുള്ള ഒരു ആഗ്രഹവും ഇല്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ലൊരു പെൺകുട്ടി എനിക്ക് കിട്ടണം. അതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ. ഇനിയുള്ള ആഗ്രഹം ഈ 2 ആഗ്രഹങ്ങളെ എനിക്ക് ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ പറയും, അവരുടെ മക്കളുണ്ടായി കാണണം എന്നുള്ള ആഗ്രഹമില്ല. അത്രത്തോളം ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോൾ. കാരണം ഇതാണ് ഇപ്പോഴത്തെ വലിയൊരു ആഗ്രഹം. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. എനിക്കെന്നല്ല, എൻ്റെ ചേട്ടനും അമ്മയ്ക്കും, അമ്മ ഇരിക്കുമ്പോൾ തന്നെ കല്യാണമൊക്കെ നടത്തി. എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഇത്രയും നാളും എല്ലാം എനിക്ക് ദൈവം നടത്തി തന്നുകൊണ്ട് എനിക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഇനി അത് ഞാൻ വേറെ പുറകോട്ടൊന്നും പറയുന്നില്ല. എനിക്ക് നല്ലൊരു കല്യാണം കൊച്ചിന് വരുമെന്നും ഒക്കെയാണ് എൻ്റെ മനസ്സിലെ പോസിറ്റീവ് ചിന്തകൾ. അതുകൊണ്ട് നമുക്ക് ഇപ്പം ആലോചിച്ച് വെച്ചാലല്ലേ നമുക്കൊരു 26 വയസ്സാകുമ്പോഴെങ്കിലും നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ലൊരു കല്യാണം വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇവിടെ വന്ന ആർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ അവരെ കൈവെള്ള പൊന്നുപോലെ നോക്കും. എൻ്റെ മക്കളെ, എൻ്റെ മോനെ പോലെ തന്നെയാണ് എനിക്ക് വരുന്ന മോളും. അത് 100% ഉറപ്പാണ്.
എന്ത് തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ പോലും ഞാൻ സത്യം പറയാണ്, ഞാൻ അങ്ങനെ ഒരു കുറ്റമായിട്ടോ ഒന്നും പറയാൻ നിശ്ചയിച്ചിട്ടില്ല. എൻ്റെ മോനെ തെറ്റുകുറ്റങ്ങളില്ലേ, അതുപോലല്ലേ മക്കൾക്കും പെമ്മക്കും എല്ലാവർക്കും ഉണ്ട് ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളല്ലേ. അവരെന്ത് കാണിച്ചാലും നമ്മൾ ഓർക്കുയോ അത് ഇന്നവരാ, ഒന്നുമല്ല. എൻ്റെ മോൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ ജീവൻ്റെ ജീവനാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കൂടി, 2 ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ കൊച്ചിന് ജോലി കിട്ടണം. മൂത്തവൻ്റെ കല്യാണം കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു ആഗ്രഹം പറയും, പിന്നെ ജോലിയെല്ലാം ആയി കഴിയുമ്പോൾ അവന് നല്ലൊരു, അത് എല്ലാം അമ്മമാരുടെ ഒരു ആഗ്രഹമല്ലേ അല്ലേ, അമ്മമാരുടെ അല്ല അച്ഛന്മാരുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പൊ എനിക്ക് ദൈവം അതെല്ലാം നടത്തിത്തരും, ഇതുവരെ എല്ലാം നടത്തി തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നൊക്കെ കേക്ക്. നിങ്ങൾ ശരിക്കും പറയാണ്, ഞാൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, അസുഖം പോവാൻ ഞാൻ പറയുന്ന കേക്ക്. ഇപ്പൊ കാണിച്ച യോഗയില്ലേ കിടന്നുകൊണ്ടുള്ള, അത് പറ്റുന്നവർ അതൊന്ന് ചെയ്യും. അതല്ലെങ്കിൽ ഭിത്തിയെ പിടിച്ചുള്ള കാണിച്ചില്ലായിരുന്നു കഴിഞ്ഞ ദിവസം, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോ എടുത്ത് നോക്കണം. 2 ദിവസമായതുള്ളത് കാണിച്ചിട്ട്. ഇന്നലെ കാണിച്ച ബ്യൂട്ടി ടിപ്സ് അല്ലേ. അപ്പം എപ്പോഴും ബ്യൂട്ടി ടിപ്സ് കാണിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരം കൂടെ നമ്മൾ നോക്കണ്ടേ. മുഖം മാത്രം വെളുത്ത് സുന്ദരികളായിട്ടിരുന്ന് കഴിഞ്ഞ് ശരീരം അനങ്ങാൻ മേല, നടക്കാൻ മേല. എന്ത് വിശേഷം, വല്ല വിശേഷമുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നടുവേദനയുള്ളവരാണെങ്കിലും എന്ത് വേദനയുണ്ടോ നിങ്ങൾ ഇത് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എല്ലാവർക്കും അറിയാലോ. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ടും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ. ഓരോരുത്തരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജയചേച്ചി എന്നെ മറന്നോ, ജയചേച്ചി എന്നെ ഒന്നും ആരും ജയചേച്ചി മറക്കത്തില്ല കേട്ടോ. ഒന്ന് സ്നേഹിച്ചവരെ ജയചേച്ചി ഒരിക്കലും മറക്കത്തില്ല. അതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ ഇതിനകത്ത് എന്നായിരുന്നു അമ്മീസ് അടുക്കള, പുതിയൊരു സബ്സ്ക്രൈബർ എനിക്ക് കിട്ടി കേട്ടോ കഴിഞ്ഞ ദിവസം. പിന്നെ എൻ്റെ ഇതിനകത്തോട്ട് വന്നതാണ്. എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊരിഞ്ഞ ഇംഗ്ലീഷിൽ ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ. പറയാൻ നമുക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല, ഹിന്ദിയാണ് കുഴപ്പമില്ല, പറയാം. ഇംഗ്ലീഷ് അത്രയും വശമില്ല, കേൾക്കുമ്പോൾ എല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ വായിച്ചാലും എനിക്ക് മനസ്സിലായി. എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പോയി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കടമ എനിക്കില്ലേ. ഞാൻ പോയി സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓരോ കാര്യങ്ങൾ, അപ്പോൾ എൻ്റെ മനസ്സ് തുറന്നുള്ള കാര്യമാണ് ഞാൻ അവിടെ കമന്റ് ചെയ്തേക്കുന്നത്. കാരണം മാഡം പറഞ്ഞേക്കുന്നത്, ആരെന്ത് പറഞ്ഞാലും ദൈവം നോക്കിക്കോ എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ മൊത്തം ഞാൻ കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കെന്ന് പറഞ്ഞാൽ എന്നോട് ആർക്കും ഒരു വിരോധം ഒന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എനിക്കും ആരോടും ഒരു വിരോധം ഇല്ല. പക്ഷെങ്കിൽ എന്നെ കുറെ പ്രാവശ്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷമിക്കും. പക്ഷെ കുറെ പിന്നെയും രക്ഷയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എന്താന്ന് വെച്ചാൽ അതിന്റെ മറുപടി കൊടുക്കും. പക്ഷെ മനസ്സിൽ അങ്ങനെയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ കമന്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് അപ്പൊ ഇനി കൂടുതൽ പറയുന്നില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.